ഇന്ന് മരീനയെ നയന സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. ഹൃദയമായിട്ട് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കാം. അവരുടെ ജീവിതത്തിൽ സന്തോഷ സമാധാനം സന്തുഷ്ടിയും ഒക്കെ നിറഞ്ഞ ദൈവത്തിൻ്റെ അനുഗ്രഹം രാജ്യമായിട്ട് ലഭിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. ബൈബിളിൽ നിന്നൊരു സന്ദേശം നമുക്കേക്കാം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. അവിടുന്ന് തന്റെ കാരുണ്യാതിരേയത്താൽ യേശുക്രിസ്തുവിന്റെ മരിച്ചവരിൽ നിന്നുള്ള ഉത്ഥാനം വഴി സജീവമായ പ്രത്യാശയിലേക്കും നിങ്ങൾക്കായി സ്വർഗത്തിൽ കാത്തു സൂക്ഷിക്കപ്പെടുന്ന അക്ഷയവും കളങ്കരഹിതവും ഒളിമങ്ങാത്തതുമായ അവകാശത്തിലേക്കും നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അവസാന കാലത്ത് വെളിപ്പെടുത്താനായി തയ്യാറാക്കിയിരിക്കുന്ന രക്ഷയ്ക്ക് വേണ്ടി ദൈവശക്തിയാൽ വിശ്വാസം വഴി നിങ്ങൾ കാത്തു സൂക്ഷിക്കപ്പെടുന്നു. അല്പകാലത്തേക്ക് വിവിധ പരീക്ഷകൾ നിമിത്തം നിങ്ങൾക്ക് വ്യസനിക്കേണ്ടി വന്നാലും അതിൽ ആനന്ദിക്കുകയും സ്ത്രീകളെടുക്കപ്പെട്ടവളാകുന്നു അലിവൊഴുകും തിരുരൂപം അകതാരിൽ തെളിയുകയായി മിഴി നിറയും അനുതാപം അറിയാതെന്നിൽ വഴിയുകയായി ആരഭയം ഇനി ഇരുളകലേ തെളിദീപം നീയൊഴികെ ആകുലമാമൊരു ഹൃദയവുമായി തിരയും ഞാൻ നിൻ വഴിയെ പരിപാവനനാഥനദോദിയ പോലെ ഒരു മനമോടെ ബലിയേകാം. കാൽവരിയോർമ്മയിലെളിയവനെ നാം മഹിമകളോടെ വാഴ്ത്തിടാം. അലിവൊഴുകും തിരുരൂപം അകതാരിൽ തെളിയുകയായി മിഴി നിറയും അനുതാപം അറിയാതെന്നിൽ വഴിയുകയായി. യാഗമാവാൻ അനുദിനവും കുരിശോളം സ്വയമേകി നീ ആണിയാഴും വേദനയിൽ മുറിവോളം ക്ഷമയായി നീ സ്നേഹമേ നീ അരുളിയിടും കൂടെ വാഴാൻ അനുവാദം നീതിമാനെ തിരുമുമ്പിൽ താണുവീഴാൻ ഒരു നിമിഷം അലിവൊഴുകും തിരുരൂപം അകതാരിൽ തെളിയുകയായി
ഏറെ സ്നേഹമുള്ള ബ്രയാൻ, മരീന, സ്നേഹമുള്ള കുടുംബാംഗങ്ങളെ എല്ലാവർക്കും പുഷ്പഗിരിയുടെ കുടുംബത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നമ്മുടെ കർമ്മങ്ങൾക്ക് നമ്മളോടൊപ്പം ആയിരിക്കാനായിട്ട് ബഹുമാനപ്പെട്ട ഫിലിപ്പച്ചനുണ്ട്. ഫിലിപ്പ് മുതുകുളത്തിൽ അച്ഛനാണ്. അച്ഛന് സെൻറ്റ് പോൾസ് കോൺഗ്രിഗേഷനാണ്. അച്ഛന് നേരത്തെ നൊവേഷ്യറ്റ് മാസ്റ്ററായിരുന്നു. ഇപ്പോൾ ഇത്തിരി ആരോഗ്യത്തിൻ്റെ ചെറിയ കുഞ്ഞ് പ്രശ്നമുള്ളതുകൊണ്ടാണ് കുർബാനയ്ക്ക് കൂടാതെ നിൽക്കുന്നത്. എങ്കിലും അച്ഛൻ നമ്മുടെ സമൂഹത്തിലുള്ള സ്നേഹമുള്ളത് കൊണ്ടാണ് അച്ഛൻ വന്നത്. ഈ ദിവസങ്ങളിൽ എനിക്ക് തോന്നുന്നത് അല്പം ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു, പനിയും മറ്റു കാര്യങ്ങളും ഉണ്ടായിരുന്നു. എങ്കിലും അച്ഛൻ ഇന്ന് വരാൻ സാധിച്ചത് നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളോടുള്ള സ്നേഹമാണ്. അങ്ങനെ ഞാൻ ഏറ്റവും സ്നേഹത്തോടെ ഇന്നത്തെ തിരുക്കർമ്മങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്കൊരുമിച്ച് ഈ വിശുദ്ധ കൂദാശയിൽ പങ്കുചേർന്ന് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈശോ നമ്മളെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹത്താൽ ബന്ധിതരായ ഹൃദയത്തിൽ ജീവിക്കുവാൻ ഈ ദാസരെ അങ്ങ് വിളിച്ചുവല്ലോ. സ്വർഗീയ വരങ്ങളാൽ ഈ വധുവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനും മനുഷ്യകുലത്തിന്റെ നന്മയ്ക്കും വേണ്ടി ഈ കൂദാശ യോഗ്യതയോടെ പരിക്രമം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും
ആമേൻ. എന്റെ പുത്രി ശ്രദ്ധിച്ചു കേൾക്കുക, നിന്റെ ജനത്തെയും ഗൃഹത്തെയും നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തെരഞ്ഞെടുത്തു. രാജപുത്രിയുടെ എല്ലാം ആന്തരികമാകുന്നു, അവളുടെ മേലങ്കി പൊന്നുപുതിഞ്ഞതാകുന്നു. വിലയേറിയ കാഴ്ചകളുമായി രാജാവിനെ അവൾ സന്ദർശിക്കും. തോഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും. അവർ ഉല്ലാസഭരിതരായി രാജകൊട്ടാരത്തിൽ പ്രവേശിക്കും. എല്ലാ തലമുറകളും നിന്റെ നാമം അനുസ്മരിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ ഫലസമൃദ്ധമായ മുന്തിരി വള്ളി പോലെയാകും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈത്യമുളകൾ പോലെയുമായിരിക്കും. കർത്താവിനെ ആദരിക്കുന്ന മനുഷ്യൻ ഇപ്രകാരം അനുഗ്രഹീതനാകും. കർത്താവ് സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ. ജീവിതകാലം മുഴുവൻ ഓസ്ലേമിന്റെ നന്മ നീ കാണട്ടെ. മക്കളുടെ മക്കളെ കാണാൻ നിനക്ക് ഇടവരട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തെരഞ്ഞെടുത്തു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിച്ചോട് നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മാറ്റപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാവുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല എന്നാൽ ചെയ്ത മിശിഹ നമുക്ക് മാർഗദീപമായിരിക്കട്ടെ. സർവ്വാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാമവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ഭക്തിരു നിത്യമോന്നതമാ ഉദ്ധാനം നീയരുളുന്നു. അക്ഷയമവരുടെ ആത്മാവിൽ ഉത്തമരക്ഷയുമേകുന്നു. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും ശുദ്ധർക്കനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. സർവ്വജ്ഞനായ ഭരണകർത്താവും തന്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയന പരിപാലകനും സകല നന്മകളുടെ സൗഭാഗ്യങ്ങളുടെ ഉറവിടവുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. മിശിഹ നിന്നെ അനുഗ്രഹിക്കട്ടെ. വചനമനുസരിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വാക്കുകൊണ്ടല്ല പെരുമാറ്റമുണ്ട് നേരാൻ പറയുമാറുന്നില്ലേ. അതവർ ഞങ്ങളുടെ ആഗ്രഹപൂർവ്വവും നിഷ്കളങ്കവുമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ്. ബാക്കി മൂലമായ പിന്നിയ മൂല്യവും അണിയുന്ന സ്വർണ്ണാഭരണമോ ധരിക്കുന്ന വിശേഷ വസ്തുക്കളുമാണ് നിങ്ങളുടെ അധികാരം. പിന്നെയോ ദൈവസന്നിധിയിൽ അമൂല്യമായ സൗകര്യവും ശാന്തമാകുന്ന ആത്മാവാകുന്ന അനശ്വരമായ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശ വച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ മുൻപ് ഈ പ്രകാരം തങ്ങളെ തന്നെ അനുകരിക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരാകുകയും ചെയ്തിട്ടുണ്ട്. അവിടത്തെ നാഥാവിനെ വിളിച്ചുകൊണ്ട് സാറ അനുസരിച്ചിരുന്നു. നന്മ ചെയ്താൽ നിങ്ങൾ അവളുടെ മക്കളാകും. ഒരു ഈശ്വരനെ കാര്യമാക്കേണ്ടതില്ല. ഇങ്ങനെ ഭർത്താക്കന്മാരെ നിങ്ങൾ വിവേകത്തോടെ അവളോട് ജീവിക്കും. സ്ത്രീ ബലഹീന മാത്രമാണെങ്കിലും ജീവനായകമായ പ്രകൃതിയും അവകാശത്തിലേക്ക് അവളോട് ബഹുമാനം കാണിക്കും. ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കുവാൻ വേണ്ടിയാണ്.
നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ പാടിടുന്നേ. ഹല്ലേലൂയ ഹല്ലേലൂയ. നല്ലൊരാശയമിൻ മനതാരിൽ വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു. രാജാവിൻ തിരുമുൻപിൽ കീർത്തനം മധുവായി ഞാനതൊഴുക്കിടട്ടെ. നിന്റെ പൂരിതൻ തൂലിക പോലെ നാവിപ്പോ ആദരമതുപോൽ സുധനും പരിശുദ്ധാത്മാവിനും സ്തുതിയുയരട്ടെ. ആദ്യം മുതൽക്കേ എന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ഹല്ലേലൂയ പാടിടുന്നേ. ഹല്ലേലൂയ 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 പാടിടുന്നേ. ഹല്ലേലൂയ ഹല്ലേലൂയ. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഫരീസയർ വന്ന് ഈശോയെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഒരുവൻ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? ഈശോ അവരോട് മറുപടി പറഞ്ഞു, മോശ എന്താണ് കൽപ്പിച്ചത്? അവർ പറഞ്ഞു, മോചനപത്രം എഴുതി അവളെ ഉപേക്ഷിക്കുവാൻ മോശയെ അനുവദിച്ചിട്ടുണ്ട്. ഈശോ അവരോട് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയ കാഠിന്യം കൊണ്ടാണ് ഈ കൽപ്പന അവൻ നിങ്ങൾക്ക് വേണ്ടി എഴുതിയത്. എന്നാൽ സൃഷ്ടിയുടെ ആരംഭം മുതലേ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും ഭാര്യയോട് ചേരുകയും ചെയ്യും. അവർ ഇരുവരും ഒരു ശരീരമായി തീരും. തന്മൂലം പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല, ഒറ്റ ശരീരമായിരിക്കും. അതിനാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നിങ്ങളിരിക്കും. ഈശോയിൽ ഏറെ സ്നേഹമുള്ള സെബാസ്റ്റ്യൻ, മരിയ, സ്നേഹമുള്ള പിൽപ്പച്ച, സ്നേഹമുള്ള കുടുംബാംഗങ്ങളെ, നമുക്കറിയാം, ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് ഈ പുതിയ കുടുംബം ആരംഭിക്കുന്നതിനുള്ള നിങ്ങളുടെ ഈ പ്രാർത്ഥന സമയത്ത് ഇവിടെയായിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും നേരുകയാണ്. വിവാഹം എന്താണെന്ന് ചോദിച്ചാൽ സെബാസ്റ്റ്യൻ അറിയാമെന്ന് ഞാൻ വിചാരിക്കുക, അല്ലേ? നമ്മുടെ ക്ലാസ്സിന് വന്നപ്പം പഠിപ്പിച്ചിരിക്കും, അറിയാമെന്ന് ഞാൻ വിചാരിക്കുക. ഞാൻ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ ഉത്തരം പറയേണ്ട, ഉറങ്ങാതിരിക്കാനാണ് ചോദ്യങ്ങൾ ചോദിക്കുക കേട്ടോ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും അതിനകത്ത് ചിലപ്പം ഉറങ്ങുവാണ് ഞാൻ ചോദ്യം ചോദിക്കും, ആളെന്ന് പറയാമെന്ന് ചോദിക്കുന്നു. ഉറങ്ങരുത്, കാരണം പ്രസംഗം ബോറാണെങ്കിലും ആത്മാവ് നിങ്ങളെ തെളിയിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്കറിയാം, വിവാഹം എന്ന് പറയുന്നത് കോൺട്രാക്റ്റ് ആണോ കവനൻ്റ് ആണോ, കരാറാണോ ഉടമ്പടിയാണോ? എന്തായിരിക്കും? മിണ്ടാതിരിക്കുക. മിണ്ടെന്ന് പറഞ്ഞുകൊണ്ടെന്ന് എനിക്കറിയാം, ഇത് ഉടമ്പടിയാണ്. കരാറ് ഉടമ്പടിയും തമ്മിലുള്ള വ്യത്യാസം എന്താണാവോ? കരാറെന്ന് പറയുന്നത് അതിൽ പറഞ്ഞിരിക്കുന്ന ആ കാര്യങ്ങൾ പൂർത്തീകരിച്ച് കഴിയുമ്പം അതോടെ അത് അവസാനിച്ചു. ഉടമ്പടിയോ? ഉടമ്പടി എന്ന് പറയുന്നത് അത് അവസാനം വരെ. അതായത് ഈ ഉടമ്പടി എന്ന് പറയുന്നത്, വിവാഹം എന്ന് പറയുന്ന ഉടമ്പടി, അത് അവസാനത്തെ
പ്രാണൻ പോകുന്ന ആ നിമിഷം വരെ നിലനിൽക്കുന്നതാണ് ഈ ഉടമ്പടി. അങ്ങനെയാണെങ്കിൽ എൻ്റെ രണ്ടാമത്തെ ചോദ്യം എന്താണെന്നറിയാവോ? ഈ ഉടമ്പടി ആരുമായിട്ടാണ്? മാതാപിതാക്കളും ആണോ? വികാരിച്ചനുമായിട്ടാണോ? വലിയപ്പച്ചനോടാണോ? ആരുമായിട്ടാ? അതെ, ദൈവമായിട്ട്. അതായത് നിങ്ങൾ ലൈവാകുന്നതിൽ സന്തോഷം കേട്ടോ. അതായത് ദൈവമായിട്ടുള്ള ഉടമ്പടിയായിരുന്നു, ദൈവമായിട്ട് ഉടമ്പടി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഇന്നും സെബാസ്റ്റ്യൻ മരിയെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ന് നിങ്ങളിവിടെ ഇരിക്കുമ്പോൾ കർത്താവുമായിട്ട് ഉടമ്പടി വെക്കാൻ പോവുക. കർത്താവിനോട് ഉടമ്പടി വെക്കാൻ പോകുന്നത് അത് നിസ്സാരമായ കാര്യമല്ല. ഈ കർത്താവിനോട്, ദൈവത്തിനോട് ഇന്ന് നിങ്ങൾ ഈ ഉടമ്പടി വെക്കുമ്പോൾ സഭ നിങ്ങളെ ഓർമ്മിപ്പിക്കുക. ഈ ഉടമ്പടി വെക്കുന്ന മക്കളെ, നിങ്ങളൊരു കാര്യം അറിഞ്ഞിട്ട് മാത്രമേ തമ്പുരാൻ്റെ മുമ്പിൽ, തമ്പുരാൻ്റെ ആലയത്തിൽ വെച്ച് ഈ ഉടമ്പടി എടുക്കാവൂ. എന്താ സഭ പറയുന്നറിയാവോ? ഈ ഉടമ്പടി എടുക്കുന്ന മക്കളായ നിങ്ങൾ അറിയണം, ഈ നിമിഷം മുതൽ നിങ്ങൾ അപ്പനെയും അമ്മയും വിട്ട്, പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേർന്ന് നിങ്ങൾ ഒറ്റ ശരീരമായി തീരും. ഇതാ അതിൻ്റെ സഭ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. ഈ ഉടമ്പടി എടുക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ഇനി മുതൽ ഒറ്റ ശരീരമാകുമെന്ന്. ഒരു ശരീരത്തിൽ എന്ന പോലെ. അത് നിങ്ങൾക്ക് വിശ്വാസമുണ്ട് അത് പറയുമ്പോൾ. എന്ന് പറഞ്ഞാൽ പൗലോസ് പറയുന്നത്, ഒരു ശരീരത്തിൽ എന്നതുപോലെ യേശുക്രിസ്തു സഹിച്ചതുപോലെ നിങ്ങൾ സഹിക്കണം എന്ന് പറഞ്ഞാൽ, അത് ഈ വിവാഹത്തിന് മുമ്പും വിവാഹത്തിന് ശേഷവും നിങ്ങൾക്കത് പറയുമ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. അതായത് ഇപ്പോൾ നിങ്ങളിങ്ങോട്ട് കയറി വരുമ്പോൾ ചോദിച്ചാൽ നിങ്ങൾ പറയുന്നത് എൻ്റെയാണ്, നിൻ്റേതാണ്, ഞാനാണ്, നീയാണെന്ന് പറയും. എന്നാൽ ഈ ആശീർവാദം ഇവിടെ കഴിഞ്ഞ് പുറത്തോട്ടിറങ്ങിക്കഴിഞ്ഞ് ചോദിച്ചാലോ, ഇത് ഞങ്ങളുടെ വീടാണെന്ന് പറയും, ഇത് നമ്മുടെ മാതാപിതാക്കളാണെന്ന് പറയും, ഇത് ഞങ്ങളുടെ വാഹനമാണെന്ന് പറയും. എന്താ വ്യത്യാസം വന്ന്? ഞാനും നീയും തിരിച്ചു ചെയ്തു, എൻ്റെയും നിൻ്റെയും മാറി. പിന്നെന്തായി? നമ്മളായി, നമ്മുടേതായി, ഞങ്ങളായി, ഞങ്ങളുടേതായി. ഇതാ വ്യത്യാസം. ഒരു ശരീരത്തിലെന്ന പോലെ സ്വീകരിക്കുന്നതിൻ്റെ ഏറ്റവും താഴെക്കടയിലുള്ള ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞത്. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഒറ്റ ശരീരത്തിലെന്ന പോലെ നിങ്ങൾ ഒന്നായിത്തീരുന്ന അവസ്ഥ, ആ അവസ്ഥയിലേക്ക് നിങ്ങൾ കടന്നു വരുമ്പം ഇത് ദൈവമായിട്ടുള്ള ഉടമ്പടിയാണെന്നാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ ആധികാരികത എന്താ? ദൈവത്തോടുള്ള ഉടമ്പടിയാണെന്ന് പറഞ്ഞു. എന്താ അതിൻ്റെ ആധികാരികത? അത് ഈ ഓരോ കുടുംബവും സ്ഥാപിക്കപ്പെട്ടത് ആര് മുഖാന്തരമാണ്? അത് ദൈവം മുഖാന്തരമാണ്. ആദ്യത്തെ കുടുംബത്തെ സ്ഥാപിച്ചത് ആരാ? ദൈവമാണ്. എന്നിട്ടാ അത് പെരുകാൻ പറഞ്ഞത്. അതെവിടെ നമ്മൾ കാണുക? ഉൽപ്പത്തിയുടെ പുസ്തകത്തില്ല നമ്മൾ കാണുന്നില്ലേ? അവിടെ ദൈവം നോക്കുമ്പം മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല എന്നറിഞ്ഞിട്ട് എന്തു ചെയ്തു? സ്ത്രീയെ സൃഷ്ടിച്ചു. എന്നിട്ട് ആ സ്ത്രീയും പുരുഷനും തമ്മിൽ ഒരുമിക്കാനായിട്ട് അനുവദിച്ചു. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായോ? ആദ്യത്തെ കല്യാണം നടന്ന എവിടെ വെച്ചാ? ഏദൻ തോട്ടത്തിൽ വെച്ചാ. ആദ്യത്തെ ദമ്പതികൾ ആരായിരുന്നു? ആദം ഹവ്വയായിരുന്നു. ആരായിരുന്നു അത് ആശീർവദിച്ചത്? അത്ര ഫലത്തെയാണോ? പിന്നെ ദൈവമായിരുന്നു. ദൈവം ആശീർവദിച്ച ആ കുടുംബത്തിൻ്റെ ഇന്നത്തെ കണ്ണികളായിട്ടാണ് നിങ്ങളിവിടെ നിൽക്കുക. മനസ്സിലായോ? അങ്ങനെയെങ്കിൽ ആദ്യത്തെ കുടുംബം ദൈവം ആശീർവദിച്ചെങ്കിൽ, ആ ദൈവം ആശീർവദിക്കട്ട ആ കുടുംബത്തിന് അന്ന് ഒത്തിരി പേരുണ്ടായിരുന്നു, ആഘോഷമുണ്ടായിരുന്നു, ആർഭാടതയുണ്ടായിരുന്നു, ആരവങ്ങളുണ്ടായിരുന്നു, ഒന്നുമില്ലായിരുന്നു. പക്ഷെ എന്തുണ്ടായിരുന്നു? അവരുടെ മധ്യേ ദൈവം ഉണ്ടായിരുന്നു. ഇന്ന് നമുക്ക് തിരിച്ചാ. ആഘോഷങ്ങളുണ്ട്, ആരവങ്ങളുണ്ട്, ആർഭാടങ്ങളുണ്ട്, പക്ഷെ ആരില്ല ആസ്വദിക്കാൻ? ആരാ ഇല്ലാത്ത? ദൈവമില്ല. കുടുംബങ്ങളെ, ദൈവമില്ലാത്ത കുടുംബങ്ങളെ ആസ്വദിക്കപ്പെട്ട് ഈ ലോകത്തിൻ്റെ മനുഷ്യർ ആസ്വദിക്കപ്പെട്ട് പോകുമ്പോൾ എങ്ങനെ പോകുന്നറിയോ? വിശുദ്ധ ഗ്രന്ഥം പറയും. അവിടെ എന്നാ അറിയോ? മണലിൽ തീർത്ത വീടാ. അത് ഒരു ചെറിയ കാറ്റടിച്ചാൽ മതി, ഒരു ചെറിയ മഴ പെയ്താൽ മതി, താഴെ വീഴും. എന്നാലോ ആള് ദൈവം നിന്ന് ആസ്വദിച്ചാണല്ലോ. അത് പാറമേൽ പണിത വീടാ. അതിൻ്റെ മേൽ മഴ വന്നാലും വെയിൽ വന്നാലും കൊടുങ്കാറ്റടിച്ചാലും അത് നിലനിൽക്കും. ഇന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ ഭൂരിപക്ഷം പേരും കുടുംബജീവിതം നയിച്ചവരാ. ചോദിച്ചു നോക്കി, അവരിത് പറയും. ദൈവം ആശീർവദിച്ച് ദൈവത്തിൻ്റെ ആശീർവാദം എല്ലാ ദിവസവും സ്വീകരിക്കുന്ന
കുടുംബങ്ങളുടെ മേൽ എത്ര വലിയ തിരമാലകൾ ആഞ്ഞടിച്ചാലും അവർ പിടിച്ചു നിൽക്കും, അവരൊരുമിച്ച് നിൽക്കും. അതിൻ്റെ കാരണം ഇതാ, ദൈവികമായിട്ടുള്ള സാന്നിധ്യത്താൽ ദിവസവും അവിടെ വ്യാപാരങ്ങളെ ആസ്വദിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾ ഇന്നെടുക്കുന്ന ഉടമ്പടി അവസാനം വരെ, അവസാന ശ്വാസം വരെ ദൈവത്തിൻ്റെ ആശീർവാദം കൊണ്ട് സമ്പന്നമായി മുന്നോട്ട് പോകണമെങ്കിൽ 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. 3 കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മിക്കണം. പെട്ടെന്ന് ഞാൻ പറഞ്ഞു പോക്കോളാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എന്തായിരിക്കണം? നിങ്ങളുടെ ഈ ഉടമ്പടി എഴുതി ചേർക്കേണ്ട മക്ഷി എന്ന് പറയുന്നത്, അതിൻ്റെ ഇങ്കെന്ന് പറയുന്നത് എന്താകണം? സ്നേഹമാകണം. ലവ്. സ്നേഹത്തെക്കുറിച്ചൊക്കെ നമുക്ക് ഒത്തിരി വ്യാഖ്യാനങ്ങളുണ്ടല്ലോ, അല്ലേ? ഈ സ്നേഹമെന്ന് പറയുന്നത് ഒരു വ്യവസ്ഥയല്ല, പ്രിയമുള്ളവർ, ഒരു കണ്ടീഷനല്ല. അർച്ചന്താ, അതൊരു തീരുമാനമാണ് സ്നേഹം എന്ന് പറയുന്നത്. ഈ സ്നേഹം എല്ലാവർക്കും ഇഷ്ടമാണ്. എങ്ങനെയാണെന്നറിയോ? നമ്മളെല്ലാം ആലോചിച്ച്, ഭാര്യയായാലും ഭർത്താവായാലും അപ്പനായാലും അമ്മയായാലും ഈ സ്നേഹത്തെ എങ്ങനെയാണ് ഇഷ്ടപ്പെടുന്ന അറിയാവോ? വാങ്ങിക്കാൻ, ഇങ്ങോട്ടെ സ്വീകരിക്കാൻ. പക്ഷേ സ്നേഹം അതിനേക്കാൾ മനോഹരമാകുന്ന എപ്പോഴാണെന്നറിയോ? സ്നേഹം കൊടുക്കുമ്പോഴാണ്, വിളമ്പുമ്പോഴാണ്. ക്രിസ്തു തൻ്റെ ശരീരം കൊടുത്തില്ലേ? ആ ശരീരത്തിനുള്ളിലെ അവസാനത്തെ തുള്ളി രക്തം കൊടുത്തില്ലേ? അവിടെ ഒരു സുഖമുണ്ട്. അതിൻ്റെ ആനന്ദത്തില്ല തൻ്റെ കർമ്മം പൂർത്തീകരിച്ചു. ഇന്ന് പലപ്പോഴും കിട്ടുന്നതിൻ്റെ അളവിനെക്കുറിച്ചുള്ള പരാതിയുടെ മേല, കൊടുത്തതിൻ്റെ അളവിനെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല. അവിടെയാണ് പരാജയം ഉണ്ടാവുക. അതാ ഇവിടെ കൃത്യമായിട്ട് വചനം പറഞ്ഞത്, ഒറ്റ ശരീരമാകണമെന്ന് പറയുന്നത്. ഒരു ശരീരമാകണം. വായിച്ചു പോയൊരു കുഞ്ഞു കഥയുണ്ട്. അതിനകത്ത് ഒരു കാമുകനും കാമുകിയാണ്. അതാകുമ്പോൾ ഇഷ്ടമാണല്ലോ. അവർ പ്രണയത്തിൻ്റെ കാലമാണ്. പ്രണയമുണ്ട്, പക്ഷെ അവർ കണ്ടുമുട്ടിയിട്ടില്ല. മുട്ടിയിട്ടുണ്ട്, പക്ഷെ മുട്ടിയിട്ടില്ല. മനസ്സിലായി? അപ്പം അങ്ങനെ നിൽക്കുമ്പോൾ ഈ പ്രണയിനി, ഈ കാമുകി ഒരു വള്ളിക്കുടലൊരു വനത്തിലാണ്, ഒരു കുഞ്ഞു കുടിൽ കെട്ടിയിട്ട് അതിനകത്താണ്. കുറേ നാൾ കഴിഞ്ഞപ്പം കാമുകൻ ഈ വനത്തിലൂടെ നടന്ന്, പുഴ കടന്ന്, കാട് കടന്ന്, മല കടന്ന് അവിടെ എത്തി ഈ വള്ളിക്കുടലിൻ്റെ മുന്നിൽ. എന്നിട്ട് അപ്പോൾ കുഞ്ഞു കുടിലല്ലേ, അപ്പം അതിൻ്റെ ഒരു വാതിലെന്ന് പറയുന്നത് അതിനേക്കാൾ ചെറിയൊരു വള്ളി കൊണ്ട് കെട്ടിച്ചേർത്ത ഒരു ഒരു വാതിൽ. അതിൻ്റെ മുമ്പിൽ വന്നിട്ട് ആദ്യം ഹലോ ഹലോ എന്ന് പേര് കേട്ടോ വിളിച്ചു. അതിനുശേഷം അത് മല്ലി ഒന്ന് മുട്ടി, ചെറിയ ശബ്ദം. അപ്പം അകത്ത് നിന്ന് അവൾ ചോദിച്ചു, ആരാ? അവൻ ആവേശത്തോടെ പറഞ്ഞു, ഇത് ഞാനാ. പക്ഷെ പിന്നീട് ഒരു ഉത്തരവില്ല, നിശബ്ദതയാ, മറുപടിയില്ല. അവൻ കാത്തു നിൽക്കുക. കാത്തു നിന്നു. സമയം കഴിഞ്ഞു, വാതിൽ തുറന്നില്ല. കുറെ കഴിഞ്ഞപ്പം അവൻ നിരാശനായിട്ട് തിരികെ പോയി. പിന്നെ കുറേ കാലം കഴിഞ്ഞ് അല്പമൊക്കെ നമ്മുടെ മുടിക്കൊക്കെ അല്പം രൂപഭാവമൊക്കെ വന്ന് നിറമൊക്കെ ഒന്ന് മാറി വരുന്ന സമയമായപ്പോൾ അലഞ്ഞ് വീണ്ടും ആ കാട് കയറി മല കയറി പുഴ കടന്ന് തിരികെ വന്നിട്ട് അവൻ വീണ്ടും 17 പോലെ മുട്ടി. അപ്പം പഴയ അത്ര ഗാംഭീര്യമുള്ള ആ സ്വരവും ഇല്ല. കാരണം കാലം മുന്നോട്ട് പോയില്ലേ. അപ്പോഴും മുട്ട് കേട്ടപ്പോൾ അവൾ ചോദിച്ചു, ആരാ? അപ്പം മറുപടി പറഞ്ഞു. എന്താ പറഞ്ഞതറിയോ? ഇത് നീയാ. വാതിൽ തുറന്നു, അകത്ത് കയറി. എന്താ എൻ്റെ അർത്ഥം എന്ന് പറഞ്ഞോ? പിന്നെ ആ പെൺകുട്ടി താൻ സ്നേഹിക്കുന്ന ആളോട് പറഞ്ഞു, എനിക്കും നിനക്കും കൂടെ പാർക്കാനുള്ള ഇടം ഈ കൊച്ചു വീട്ടിലില്ല. നമുക്കൊരുമിച്ച് പറക്കാനുള്ള ഇടവേ ഈ കുഞ്ഞു വീട്ടിലുള്ളൂ. കാര്യം മനസ്സിലായോ? നിങ്ങൾ എത്ര വലിയ വീട് കെട്ടിയാലും, നിങ്ങൾ എന്തെല്ലാം സംവിധാനങ്ങളുണ്ടായാലും, അതിൽ പാർക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞതുപോലെ ഞാനില്ല, നീയില്ല, നമ്മളെ ഉള്ളൂ. മനസ്സിലായോ? ആ നമ്മളിലേക്ക് നമ്മൾ എത്താൻ വേണ്ടിയാണ് ഈ സുവിശേഷം പറഞ്ഞ സ്നേഹം എന്ന് പറഞ്ഞ ആ പദം ഇവിടെ ഉപയോഗിച്ചത്, ലഫ് എന്ന് പറഞ്ഞത്. ഈ സ്നേഹം അത്ര എളുപ്പമല്ല. അവിടെ 2 കാര്യങ്ങളുടെ വേണം. അതാ രണ്ടാമത്തെ കാര്യം. എന്താണെന്നറിയാവോ? അവിടെ ഒന്ന് വിശ്വസ്തതയാണ്, ഫെയ്ത്ത്ഫുൾനെസ് എന്ന് പറയും. വിശ്വസ്തത എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട അത്രയേ ഉള്ളൂ. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ എനിക്കെൻ്റെ ജീവിത പങ്കാളിയെക്കുറിച്ചൊരു ഉറപ്പ് വേണം. അതുപോലെ എൻ്റെ ജീവിത പങ്കാളിക്ക് എനിക്കൊരു ഉറപ്പ് കൊടുക്കാൻ പറ്റണം.
നാട്ടുകാരെ അത് പറയുമ്പം ഇത് പറയുമ്പോൾ ശരിയാണോടി, നേരാണോടാ, എപ്പോഴാണ് ചോദിക്കുന്നത് അറിയാവോ? ഈ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ്. ചില ചേട്ടന്മാരാണെങ്കിൽ ഇത് കേട്ട് ചോദിക്കാൻ ധൈര്യമില്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യും? രാത്രിക്ക് പോയി 2 അടിച്ചിട്ട് വന്നിട്ടാണ് ചോദിക്കുന്നത്. ചോദ്യം മുറുകുമ്പം 2 കൊടുക്കൂടെ ചെയ്യും. എന്താ കാര്യം? ആര് പറഞ്ഞാലും എനിക്കറിയാം എൻ്റെ ജീവിത പങ്കാളി എന്ന് പറയുന്നിടത്താണെങ്കിലോ കഥ മാറും, കാര്യം മാറും. ഇത് നമ്മുടെ ആത്മീയ ജീവിതം പോലും അങ്ങനെ പറയുള്ളവരെ. എന്തൊക്കെ ലോകത്തിലുണ്ടാകുമ്പോഴും എന്നെ അറിയുന്ന ഒരു യേശു എനിക്കുണ്ടെന്നുള്ള ചിന്ത വന്ന ആർക്ക് എന്തിന് എന്നെ എൻ്റെ യേശു നടത്തി മാറ്റാൻ പറ്റും? പൗലോസ് ചോദിച്ചില്ലേ? ഇത് തന്നെ, അതിൻ്റെ തന്നെ ഒരു ആപ്ലിക്കേഷൻ ഇത്. അങ്ങനെയെങ്കിൽ ഞാൻ 2ാമത്തെ കാര്യം പെട്ടെന്ന് സ്കിപ്പ് ചെയ്യുക. 3ാമത്തെ എന്താണെന്നറിയാവോ? അത് സാക്രിഫൈസാണ്, ത്യാഗം. അത് വേണം. ത്യാഗമെന്ന് പറയുന്നത് ഒരു ഭാരമല്ല, അതൊരു ആനന്ദമാണ്. അത് വളരെ വലിയൊരു ആനന്ദമാണ്. അതായത് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സ്നേഹിക്കുമ്പോൾ, ഉദാഹരണം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് പെട്ടെന്ന്. അതായത് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഒരു പങ്കാളി വൈകുന്നേരമായി അത്താഴത്തിന് വിളമ്പി വെച്ചിരിക്കുക തൻ്റെ പങ്കാളിക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി. ആൾ ദൂരെ പോയിരിക്കും. ഒരു ദിവസം ഒരു രാവിലെ പോയതാണ്, എന്തിനു വേണ്ടി? അധ്വാനത്തിന് പോയതാണേ. പക്ഷേ അത്താഴം വിളമ്പി വെച്ചിട്ട് ഇവക്കാണെങ്കിൽ, ഭാര്യയ്ക്കാണെങ്കിൽ വിശപ്പുണ്ട്, നല്ല വിശപ്പുണ്ട്. എന്നിട്ടും ഇവൾ ഭക്ഷിക്കുന്നില്ല. അനുവാദമുണ്ട്, സമയമുണ്ട്, ഇനിയും കാത്തിരിക്കണം, വിശപ്പുമുണ്ട്. എന്നിട്ടും ഇവള് ആ വിളമ്പി വെച്ചിരിക്കുന്ന അത്താഴത്തിൽ നിന്ന് ഒരിത്തിരി പോലും കഴിക്കാതെ കാത്തിരിക്കുമ്പോൾ അതിൻ്റെ കാരണം എന്താ? ഇനി നോക്കിക്കേ, ആ മനുഷ്യൻ രാവിലെ പോയതാ. ആ മഴയും മഞ്ഞും വെയിലും കൊണ്ട് അവസാനം രാത്രി ഏറെ ആയിട്ട് നടന്നു വരുമ്പോൾ നല്ലപോലെ ക്ഷീണിതനാണ്. ക്ഷീണിച്ച് വരുന്ന ഇടയിൽ അല്പം ആഹാരം കഴിക്കാനുള്ള ഒത്തിരി അവസരങ്ങൾ വരുന്ന വഴിക്കുണ്ട്. എന്നിട്ടും അവനത് ഭക്ഷിക്കാതെ ആ കുടിലിലേക്ക് സമയമേറെയായിട്ടും വളരെ സ്നേഹത്തോടെ, ആനന്ദത്തോടെ, പ്രത്യാശയോടെ കടന്നു വരുന്നത് എന്താ? അതിൻ്റെ കാരണം ഇത്രയേ ഉള്ളൂ. തനിക്ക് വേണ്ടി വിളമ്പാൻ ഒരാളുണ്ടെന്നുള്ള ആ വലിയ സന്തോഷം അവനുണ്ട്. അവൾക്കും അത് തന്നെയാണ്. ഞാൻ കൂടാതെ ഭക്ഷിക്കില്ല എൻ്റെ ജീവിത പങ്കാളിയുടെ പ്രത്യാശ, അവൾക്കുണ്ട്. നോക്കിക്കേ, ഇവിടെ നമ്മൾ നോക്കുമ്പം അതിനെ നമ്മളെന്ത് വിളിക്കും? ത്യാഗമാണെന്ന് പറയും. വിശപ്പെന്ന് പറയുന്ന ആ വലിയൊരവസ്ഥയെ അവർ അതിജീവിച്ചത് ത്യാഗം കൊണ്ടാണെന്ന് പറയും. പക്ഷേ ആ ത്യാഗത്തെ അവർ അതിജീവിച്ചത് എന്തുകൊണ്ടാണ്? അത് സ്നേഹം കൊണ്ടാണ്. സ്നേഹം കൊണ്ടാണ്. ഞാൻ 3 കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞത്. ഓർമ്മയുണ്ടോ? ആദ്യം എന്തായിരുന്നു? ലവ്, 2 ഫെയ്ത്ത്ഫുൾനെസ്, 3 സാക്രിഫൈസ്. ഈ 3 കാര്യങ്ങളിങ്ങനെ കോർത്തിണക്കിയിട്ട്, ആ കോർത്തിണക്കിയ നിങ്ങളുടെ പെണ്ണുമായിട്ട് നിങ്ങളിന്ന് കർത്താവിന് മുമ്പിൽ ഉടമ്പടി വെച്ചു. ജീവിതത്തിൻ്റെ അവസാനം വരെ ഈ ഉടമ്പടി ഇങ്ങനെ ഒരിക്കലും മാഞ്ഞു പോകാതെ, ഒരു വെയിലത്തും മാഞ്ഞു പോകാതെ, ഒരു മഴയത്തും മാഞ്ഞു പോകാതെ, ഒരു കാറ്റത്തും ഒലിച്ചു പോകാതെ നിലനിൽക്കും. അങ്ങനെ മനോഹരമായൊരു വിവാഹം, ഒരു കുടുംബം നിങ്ങൾക്ക് രൂപപ്പെടട്ടെ എന്ന് ഞങ്ങൾ പരസ്പരം പ്രാർത്ഥിക്കുന്നു. ഈശോ നമ്മെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വധുരമാർ സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തി സമാധാനം ഇവരിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന തികരീടം നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ആദിയിൽ പുരുഷന് ജീവിതസഖയെ നൽകിയ ദൈവമേ, അങ്ങയുടെ അനന്തരമാല ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യ ഭർത്താക്കന്മാരാകാൻ ആഗ്രഹിക്കുന്ന ഇവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കൂദാശ യോഗ്യതയോടെ പരിക്രമം ചെയ്യുവാൻ അങ്ങയുടെ ദാസരെ ശക്തരാക്കണമേ. അങ്ങയുടെ കൃപാവന സമർത്ഥമായി എന്നിൽ ചൊരിയണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.
സെബാസ്റ്റ്യൻ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി മരിയയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നുവോ? മരിയ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി സെബാസ്റ്റ്യനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നുവോ? സാക്ഷികൾ. നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലതുകരം ചേർത്ത് പിടിക്കുക. അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിൻ്റെ ഐക്യത്തോടും കൂടി കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവായി ശ്രമിക്കുക നിങ്ങളെ വിവാഹത്താൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കുരിശുമരണം വഴിയായി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവേ, വിശ്വാസ സ്നേഹത്തിലും ഈ വധുവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം ആസ്വദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായ ഈ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിലും ഇവരെ ബന്ധിപ്പിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകാവുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധരായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ. ഇത് ഇവരുടെ വിശുദ്ധതയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ദമ്പതിമാരുടെ സ്നേഹത്തിന്റെ വിശുദ്ധയുടെ അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആവരത്തിന്റെ അനുസൃത വസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, ഈ മന്ത്രം കൂടി ആസ്വദിക്കണം. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും അടി നിന്ന് ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രമണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും
ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടെ ഏകമനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനമനുസരിച്ച് ജീവിക്കാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സഹോദരരെ, ദൈവത്താൽ ആശീർവാദം സ്വീകരിക്കുവിൻ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും വിശുദ്ധാത്മാവിൻ്റെ വരങ്ങളാലും അവിടെ നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസ്സായ മിശിഹ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടെ നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതി അവിടെ നിങ്ങൾ ചെയ്യട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടെ നിങ്ങളെ സഹായിക്കട്ടെ. അവിടത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. ആമേൻ. ആത്മാവിൽ ഒരു പള്ളിയുണ്ട്, അതിലൊരു സക്രാരിയുണ്ട്. അവിടേക്കെഴുന്നള്ളാൻ അതിൽ കുടികൊള്ളാൻ ആത്മനാഥനീശോ വരണേ. ആത്മാവിൽ ഒരു പള്ളിയുണ്ട്, അതിലൊരു സക്രാരിയുണ്ട്. അവിടേക്കെഴുന്നള്ളാൻ അതിൽ കുടികൊള്ളാൻ ആത്മനാഥനീശോ വരണേ. തിരുവോസ്തിരൂപൻ നിന്നെ ഉൾക്കൊള്ളാൻ ആഗ്രഹമുണ്ട്. അവിടത്തെ തിരുനിണം നുകരാൻ അതിയായ ദാഹമുണ്ട്. തിരുവോസ്തിരൂപൻ നിന്നെ ഉൾക്കൊള്ളാൻ ആഗ്രഹമുണ്ട്. അവിടത്തെ തിരുനിണം നുകരാൻ അതിയായ ദാഹമുണ്ട്. അതിനായി വരമേകണേ, അതിനീശോ നീ വരണേ. അതിനായി വരമേകണേ, അതിനീശോ നീ വരണേ. ആത്മാവിൽ ഒരു പള്ളിയുണ്ട്, അതിലൊരു സക്രാരിയുണ്ട്. അവിടേക്കെഴുന്നള്ളാൻ അതിൽ കുടികൊള്ളാൻ ആത്മനാഥനീശോ വരണേ. അനന്തമായ സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായി മനുഷ്യരെ സൃഷ്ടിക്കുകയും സൃഷ്ടികർമ്മത്തിൽ അവരെ പങ്കാളികളാക്കുകയും ചെയ്ത കരുണ്യവാനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വിവാഹമെന്ന കൂദാശയാൽ നിർമ്മലമായ സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടെ നിങ്ങളെ കാത്തുപരിപാലിക്കട്ടെ. മിശിഹായുടെ അവയവങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളുമായ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരവുമായ സജീവ ബലിയായി ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ കൂദാശ നിങ്ങളെ ശക്തരാക്കട്ടെ. സന്താന സൗഭാഗ്യം നൽകി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യ നേരത്ത് സഹായിക്കുവാൻ നിരവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മണവറയിൽ അവിടുത്തേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ
നിങ്ങൾ യോഗ്യരാകട്ടെ. നവദമ്പതിമാരായ നിങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കുചേർന്ന എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.